ഹായ് ഓൾ, ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ചെയ്താലോ. നല്ല ഫ്രഷ് മാംഗോസൊക്കെ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ മിൽക്ക് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാംഗോ മിൽക്ക് കേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സ്പഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടെടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഇതുപോലെ പതഞ്ഞ് വന്നാൽ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇട്ടെടുക്കേണ്ടത്. അതും മൈദ എടുത്ത സെയിം ആ ഒരു അളവിൽ തന്നെ എടുക്കുക. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോ എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 5-6 ഡ്രോപ്പ് എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ആ ഒരു ഫ്ലോർ മിക്സും 1/2 ടേബിൾ സ്പൂൺ പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം പകുതി ഫ്ലോർ മിക്സ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം, പിന്നെ പാൽ ആഡ് ചെയ്യാം, പിന്നെ ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ഇട്ടിട്ട് ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കേക്ക് ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മോൾഡിൻ്റെ താഴെയും സൈഡിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് വെച്ചിട്ട് 15 to 20 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു മിൽക്ക് കേക്കിൻ്റെ സിറപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/3 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് പാലും പിന്നെ മാംഗോ എസൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആ ഒരു കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത ആ ഒരു എസൻസ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5-6 ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കുക, മാംഗോൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ആ ടേസ്റ്റ് വന്നില്ലെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിൽക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സ്പഞ്ച് കേക്ക് ഇതല്ല 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ലെയർ ഇതിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പം റെഡിയാക്കി വെച്ച ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, ആ സിറപ്പിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. പകുതി സിറപ്പ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മളിപ്പം ബീറ്റ് ചെയ്ത് വെച്ച ക്രീമും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഐസിങ് ബാഗിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് മേലെയായിട്ട് ഫ്രഷ് മാംഗോ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള മാംഗോ തന്നെ എടുക്കുക. അപ്പം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ മാംഗോയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ചോക്ലേറ്റ് അവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫില്ലിങ്സ് ആയിട്ട് ഇതിൻ്റെ മിഡിൽ ഇട്ടെടുക്കാൻ വിട്ടുപോയി. അപ്പം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആൽമണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താലും മതി. അപ്പം അതിന് ഈ ഒരു ഫില്ലിങ്സിൽ ഇട്ടുകൊടുക്കാൻ മറന്നുപോയി, ഈ ഒരു ലെയറിൽ ഇട്ടുകൊടുക്കാൻ മറന്നുപോയി. അപ്പം അങ്ങനെ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് ബാക്കിയുള്ള സിറപ്പ് കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഫുള്ളായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയും ബാക്കിയുള്ള ഒരു ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മേലെയായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ആ ഒരു മാംഗോ പീസസും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീഫ് ഇത് മിഡിലിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മിൽക്ക് കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം ഇത് സെർവ് ചെയ്താൽ മതി.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മാംഗോ മിൽക്ക് കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ആ ഒരു സിറപ്പൊക്കെ ആ ഒരു കേക്കിൽ വന്നിട്ട് ഫുള്ളായിട്ട് വെറ്റ് ചെയ്തിട്ട് ആ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.